തിരുപ്പിറവിയോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് വിവിധയിടങ്ങളിൽ സഭാധ്യക്ഷന്മാർ നേതൃത്വം നൽകി. ദേവാലയങ്ങളിൽ തിരുപ്പിറവി ദിനത്തിൽ പാതിരാ കുർബാനയും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. തിരുപ്പിറവി സന്ദേശങ്ങൾ വിവിധ ദേവാലയങ്ങളിൽ വായിച്ചു. തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ചടങ്ങുകൾക്ക് മലങ്കര കത്തോലിക്ക സഭാ കർദിനാൾ മാർ ബസേലിയോസ് കാത്തോലിക്ക ബാവ നേതൃത്വം നൽകി. ക്രിസ്മസ് സന്ദേശത്തിൽ പാലക്കാട്ട് കാരൾ സംഘത്തിന് നേരെയുണ്ടായ അതിക്രമത്തെ ക്ലിമ്മീസ് ബാവ അപലപിച്ചു. സന്തോഷത്തിന്റെ പ്രത്യാശയുടെ ഇനിയും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കേണ്ടുന്നതിൻ്റെ വലിയ കൃപയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭയമില്ലാതെ സമാധാനത്തിൽ കഴിയുന്ന നല്ല അനുഭവത്തിൽ ഈ ക്രിസ്മസ് നമ്മെ സ്ഥിരീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാളയം സെയിന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ രാത്രി തിരുപ്പിറവി ശുശ്രൂഷകൾ നടന്നു. PMG ലൂർദ് ഫറോന പള്ളിയിൽ ചങ്ങനാശ്ശേരി അതിരൂപതാ വികാരി ജനറൽ ഫാദർ ജോൺ തെക്കേക്കര പാതിരാ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. സിറോ മലബാർ സഭാ ആസ്ഥാനമായ മൗണ്ട് സെയിന്റ് തോമസിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. പുൽക്കൂടുകൾക്കും നക്ഷത്രവിളക്കുകൾക്കും മതമില്ലെന്ന പാഠമാണ് കേരളം നൽകുന്നതെന്ന് ക്രിസ്മസ് സന്ദേശമായി മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ധാരാളം പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടെ തീർത്ഥാടനം ചെയ്യണമെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മെ ബോധ്യപ്പെടുത്തിയതും നമ്മെ ആഹ്വാനം ചെയ്തതും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ കൊല്ലം ഇടമൺ സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ജനന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവി കർമ്മങ്ങൾക്ക് CBCA അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് കാർമ്മികത്വം വഹിച്ചു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് കോഴിക്കോട് രൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികളാണ് സംസ്ഥാനത്തിന്റെ വിവിധ പള്ളികളിൽ നടന്ന തിരുപ്പിറവി ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക് 24.